ക്രൈസ്റ്റ് ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ഒരു വാക്യം വായിച്ച് കിടക്കാമെന്ന് വിചാരിച്ചു. അന്നേരം സദൃശവാക്യം 4:1, മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഇത് ആരാ എഴുതിയിരിക്കുന്നത്? പ്രോവേർബ്സ് ഈസ് റിട്ടൺ ബൈ സോളമൺ, അല്ലേ? ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. ശലോമോന് കുറച്ച് വിവരം വെച്ചതിന് ശേഷം എഴുതിയായിരിക്കണം, അല്ലേ? മകനായി വളർന്നു വന്ന് ഒരപ്പനായ സമയത്ത് എഴുതിയാവണം. ഈ അടുത്തിടയ്ക്ക് ഒരാൾ, എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾ സഖാവല്ലായിരുന്നോ, ഇയാളിപ്പോൾ പാസ്പ്രോ ആയല്ലോ എന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എടുക്കാം, സഖാവ്, പാസ്റ്റർ റെജി എന്ന് വേണേൽ പറയാം. പക്ഷേ ഇതൊന്നും എനിക്കുള്ള അർഹതപ്പെട്ട നാമകങ്ങളല്ല. കാര്യം സഖാവെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് വേറെയാണ്. അത്രയൊന്നും ഞാൻ സിൻസിയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാസ്റ്റർ എന്ന് പറയുന്നത് ആ ഫീൽഡിൽ അഗ്രഗണ്യമായിട്ടുള്ള നോളജ് എനിക്ക് അത്രയൊന്നുമില്ല. റെജി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കാര്യം വീട്ടുകാരിട്ട പേരായതുകൊണ്ട്. ഇത് ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് മക്കളോട് പറയുകയാണ്, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. അതായത് ഞാൻ എൻ്റെ മക്കളോട് പറയും, പഠിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ല ഞങ്ങൾക്ക് കൊള്ളാം. അപ്പം ആദ്യത്തെ ഭാഗം അവർക്ക് മനസ്സിലാവും, പഠിച്ചാൽ ഞങ്ങൾക്ക് കൊള്ളാം, പഠിച്ചില്ലെങ്കിൽ എങ്ങനെ അപ്പന് കൊള്ളാവുന്നതാണ്. ഞാൻ പറയും, വീണ് കിടക്കുമ്പം അപ്പിയൊക്കെ കഴിയാനായിട്ട് കൊള്ളാം. അത് ഒരു തമാശയ്ക്കാണെങ്കിലും കാര്യമായിട്ട്. ഇപ്പം കെയർ ദ ഏജ്ഡ്, ഞങ്ങളുടെ വൈസ്മാൻ്റെ കെയർ ദ ഏജ്ഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവർ ശലോമോൻ ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾ എത്ര പ്രാവശ്യം പറയണം, അല്ലേ? അത് നമുക്ക് സമയമില്ല, പ്ലസ് നമ്മുടെ മക്കൾക്ക് അതിലും ഏറെ സമയമില്ല. എല്ലാവരും സ്ക്രീൻ ടൈമിലാണ്, അല്ലേ? എന്നാലും ഇത് വളരെ ആപ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ചൊക്കെ വാക്യങ്ങൾ വായിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ അറിവ് കൂടും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഈവനിങ്. ബൈ.